ഹലോ ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ്. ഇന്ന് സ്കൂളില്ലാത്ത കാരണം ഞാനും അനിയത്തിയും കൂടി നല്ല സുഖത്തിൽ ഉറങ്ങിയാണ്. ഇന്ന് മഴ കാരണം കോഴിക്കോട് ജില്ലക്ക് അവധി കൊടുത്തുകൊണ്ട് ഞാൻ 8 മണിയായി എഴുന്നേക്കാൻ. പിന്നെ അനിയത്തി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് പൊത്തപ്പൊക്കെ മടക്കി വെച്ച്. അവൾ ഒരു 9 മണിയൊക്കെ ആവും എഴുന്നേക്കാൻ. അമ്മ പറഞ്ഞിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ പുതപ്പ് മടക്കി വെക്കണമെന്ന്. അങ്ങനെ ഞാൻ പുതപ്പൊക്കെ മടക്കി വെച്ച്. അച്ഛനുണ്ടെങ്കിൽ അവൾ നേരത്തെ എഴുന്നേൽക്കും. അച്ഛൻ പോകുമ്പോഴൊക്കെ എഴുന്നേൽപ്പിക്കാറുണ്ട്. ഇന്ന് അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് അവൾ എഴുന്നേറ്റില്ല. പിന്നെ വാഷ്റൂമിലേക്ക് പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായി താഴേക്ക് പോവുകയാണ്. അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഞാൻ മുറ്റത്തേക്ക് നോക്കിയിട്ടാണ് പല്ല് തേച്ചത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. മുറ്റത്ത് എൻ്റെ സ്കൂൾ ഗ്രൗണ്ടിൽ നോക്കിയിട്ടാണ് പല്ല് തേച്ചത്. അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി പല്ല് തേച്ചു. പിന്നെ ചായക്ക് ദോശയും പൊട്ടറ്റോ കറിയായിരുന്നു. ഇന്ന് ഞാൻ മെല്ലെയാണ് കുടിച്ചത്. സ്കൂളുള്ള ടൈമിൽ അമ്മ ധൃതി പിടിക്കും ലേറ്റ് ആവുന്നതിന്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് സ്കൂളുള്ള ദിവസം സ്പീഡിലാണ് കഴിക്കാറ്. ഇന്ന് ഞാൻ മെല്ലെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ഞാൻ കുളിക്കാൻ കയറി. അപ്പോഴാണ് അനിയത്തി എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ അനിയൻ മുറിയിലുണ്ടായിരുന്നു. അനിയൻ ചോദിച്ചു ലുഡോ കളിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ലുഡോ ഒക്കെ കളിച്ച്. കളിയിൽ അവൻ തന്നെയാണ് ജയിച്ചത്. ഫസ്റ്റ് തന്നെ അവന് 6 വീണു. പിന്നെ ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചിയും ഞാനും കൂടി ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച്. സ്കൂളിലാണെങ്കിൽ ഞാനും ഏച്ചിയും വേറെ വേറെ ആയിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടി സംസാരിച്ച് സമയം പോകുന്നറിയില്ല. മെല്ലെയാണ് ഞങ്ങൾ കഴിക്കാറ് സ്കൂളിൽ നിന്ന്. ചില സമയത്ത് മാത്രമേ സ്പീഡ് കഴിക്കാറുള്ളൂ. ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ സ്പീഡ് കളിക്കാനുള്ളത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വന്നിരുന്നു. അനിയത്തി വാരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് വാരി കൊടുത്തു. ഞാനും ഏച്ചി ഒരുമിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അവൾ അപ്പുറത്തുനിന്ന് കഴിക്കുന്നതായിരുന്നു. അപ്പോൾ അവൾ ഓടി വന്ന് വാരിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചേച്ചീൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അവനും ഞാനും അനിയത്തിയും കൂടി തൊട്ടൊക്കെ കളിച്ചു. ഞാൻ ഔട്ടായി. എന്നെ തൊട്ടാണ് ഞാൻ എണ്ണിയത്. അത് കഴിഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞു എല്ലാം ഓടിയാൽ മതി. അനിയത്തി വീഴുന്നാൽ അമ്മ പറയും. അതുകൊണ്ട് മെല്ലെ ഓടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുമ്പിൽ ഓടി. പിന്നെ അവനോട് ഓടാൻ പറഞ്ഞു. അങ്ങനെ അവന് മെല്ലെ ഓടിത്തന്നത്. അവൻ ലാസ്റ്റ് എന്നെ തന്നെ പിടിച്ചു. അവളെ അമ്മ വിളിച്ചപ്പോൾ അവളെ വീട്ടിലാക്കി. അത് കഴിഞ്ഞ് ഞാനും അനിയനും ഏച്ചിയും കൂടി ചിത്രമൊക്കെ വരച്ചു കളിക്കുകയാണ്. അപ്പോൾ അവർ കണ്ടാൽ ഏച്ചി അനിയൻ നല്ലോണം ചിത്രം വരക്കും. ഞാനങ്ങനെ വരയ്ക്കില്ല. പിന്നെ ഞാനും ഏച്ചി ജേണൽ ചെയ്യുമ്പോൾ അവനും ചെയ്യണമെന്നു. അപ്പോൾ ഒരു ബുക്കൊക്കെ എടുത്ത് അവൻ്റെ പകുതിയൊക്കെ നോക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ചായ തന്നു. ഞാൻ ഏച്ചിയും കൂടി പുറത്ത് നോക്കി ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അനിയനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ ഒരുമിച്ചിരിക്കുന്നില്ല കാരണം അവരാണ് വീഡിയോ എടുത്ത് തന്നത് ഞങ്ങൾക്ക്. അനിയൻ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് മൈൻഡാക്കിയില്ല. അനിയത്തി അങ്ങനെയാണ് ചായ കുടിച്ചത്. അത് കഴിഞ്ഞ് ഏച്ചി വീട്ടിലേക്ക് പോയി. ഏച്ചിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോയി. തോർത്തൊക്കെ എടുത്ത് കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞിട്ട് കുറേ പഠിക്കാനുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാനിരുന്നു. മാത്സിൻ്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂളില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചെയ്തിട്ട് ബാക്കി ഇന്നത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ബുക്കൊക്കെ അവിടെ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് മാത്സിൻ്റെ ഹോംവർക്ക് ചാനലിൽ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്യേണ്ടത്. കുറേ ഉണ്ടായിരുന്നു. കുറച്ച് ഇന്നലെയും ചെയ്ത് ഇന്നത്തേക്ക് ബാക്കിയും വെച്ച്. അപ്പോൾ ഞാൻ ചെയ്യണം. അതിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻസറാണ് ഇന്ന് ചെയ്യേണ്ടത്. കുറച്ച് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുള്ളൂ. 5 ഇന്നലെ ചെയ്ത്.
ബാക്കി ഇന്ന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത് ചെയ്തോന്ന് പറഞ്ഞു. കുളിച്ച് കഴിഞ്ഞ് സാധാരണ ഞാൻ കളിക്കാനാണ് പോവാറ്. അത് കഴിഞ്ഞ് വായിച്ചിട്ട് സൈൻ ഇടാനുണ്ടായിരുന്നു. അമ്മക്ക് വായിച്ചു കൊടുത്ത് അതിൽ അമ്മ സൈനിട്ട് തരണം. അങ്ങനെ കുറേ പാടുണ്ടായിരുന്നു വായിക്കാൻ. അതൊക്കെ വായിച്ച് അപ്പുറത്തുനിന്ന് അനിയത്തിയും പഠിക്കുന്നുണ്ടായിരുന്നു. അവൾ കളറിങ്ങും പിന്നെ ABCD ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അവളെ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. എന്നെയും ശ്രദ്ധിക്കണം, അവളെയും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ച് ബുക്കൊക്കെ എടുത്ത് വെക്കാൻ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അടക്കി വെച്ച്. അവളെ പഠിത്തം കഴിഞ്ഞില്ല. അവൾ ABCD ഫുള്ള് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പഠിക്കുകയാണ്. ABCD ചെയ്യാനൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. അച്ഛമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിച്ചത്. ചോറ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ പുട്ട് കഴിച്ചു. ഞാനും അനിയത്തിയും പുട്ടാണ് കഴിച്ചത്. തൊട്ടപ്പുറത്ത് ചിറ്റയും ഞങ്ങൾ ഒപ്പരാണ് കഴിച്ചത്. അനിയൻ കഴിച്ചില്ല. അനിയന് പനിയായതുകൊണ്ട് അവൻ നേരത്തെ കഴിച്ച് ഉറങ്ങി. കഞ്ഞി കുടിച്ച്. അവനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഞ്ഞിയാണ് കുടിച്ചത്. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പല്ലു തേക്കാൻ പോയി. അനിയത്തി വാവേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിക്കുന്നായിരുന്നു. അപ്പോൾ ഞാൻ പല്ലു തേച്ചു. ഞാനും അമ്മ ഒരുമിച്ചാണ് പല്ല് തേച്ചത്. അമ്മേനെ വീഡിയോ കാണിച്ചിട്ടില്ല. അച്ഛനുള്ള സമയത്ത് ഞാനും അച്ഛനും ഒരുമിച്ചാണ്, അനിയത്തി ഉണ്ടാവും, ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിച്ച് പല്ല് തേക്കാറ്. ഇന്ന് അച്ഛനില്ല. അച്ഛന് സ്കൂളിലാണുള്ളത്. അച്ഛന് ലീവില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ വരുന്നതിൻ്റെ മുമ്പേ ഞാനും അനിയത്തിയും കൂടി പല്ലൊക്കെ തേച്ച് പിന്നെ ഞങ്ങൾ മുറിയിലേക്ക് പോയി. അവൾക്ക് കളർ കൊടുക്കാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിൽ അവൾ ഏതാ വേണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ ഷെയ്പ്സിൻ്റെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്ത് കൊടുത്തു. എന്നിട്ട് അത് കുറച്ചേ കളർ കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എടുത്ത് കൊടുത്തു. അതിൽ ഇതാണ് അവൾ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവളുടെ ഗ്രീൻ കളറാണ് വേണ്ടത്. അപ്പോൾ ഗ്രീൻ കളർ അവളോട് എടുക്കാൻ പറഞ്ഞു. അവളെടുത്ത് ഞാൻ സൈഡ് മാത്രം കൊടുത്തു. അല്ലേ അവൾ ഫുള്ള് പുറത്താക്കും. അതുകൊണ്ട് ഞാൻ സൈഡ് മാത്രം എടുത്ത് കൊടുത്തു. ബാക്കി അവളാണ് ചെയ്തത്. കുറച്ച് പുറത്തൊക്കെ ആയി കൊടുത്തിട്ടാണ് വെച്ചത്. കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുഞ്ഞാവൻ്റെ അടുത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുറിയിൽ വന്ന് കിടന്നു. അവൾ നേരത്തെ കുറച്ച് ഉറങ്ങിയതാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവൾ ഉറങ്ങില്ല. പിന്നെ എൻ്റെ അടുത്ത് അവളെ കിടത്തി. അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.